Hello friends, welcome back to my channel V&V Food and Craft. ഞാൻ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഡ്രീം ക്യാച്ചർ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. സോ നമുക്കിനി വീഡിയോയിലോട്ടേക്ക് പോകാം. ഡ്രീം ക്യാച്ചർ ചെയ്യാനായിട്ട് ഞാനൊരു ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഈ ഫ്രെയിം നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. പല പല ഷേപ്പിൽ കിട്ടും. ഞാൻ രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ളത് 2 കളർ നൂലാണ്. പിന്നെ ഫെദേഴ്സും കുറച്ച് മുത്തുമാണ് ആവശ്യമുള്ളത്. നമുക്കിനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഫ്രെയിമിൽ ത്രെഡ് കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രെയിമിൽ കംപ്ലീറ്റ് നൂല് ചുറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യാൻ നോക്കാം. ഞാനിപ്പം ഒരു 3.5-4 മീറ്ററോളം പിങ്ക് കളർ നൂല് എടുത്തിട്ടുണ്ട്. നൂലിൻ്റെ ഒരു എൻഡ് ഞാൻ സൂചിയിലോട്ടേക്ക് കോർക്കുന്നു. ഞാൻ അത്യാവശ്യം വലിയൊരു സൂചിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് വൂളൻ്റെ ത്രെഡ് ആയത് കാരണം സാധാ സൂചിയിൽ കയറത്തില്ല. സോ ഞാൻ കുറച്ച് വലിയ സൂചിയാണ് എടുത്തിട്ടുള്ളത്. നൂലിൻ്റെ മറ്റേ എൻഡ് ഫ്രെയിമിലൊന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടണം. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോഴേക്കും ഇത് അഴിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രെയിമിൽ ഇങ്ങനെ തന്നെ നൂല് വെച്ചിരിക്കുന്നു. ഫ്രെയിമിൻ്റെ അടിഭാഗത്ത് കൂടെ നൂല് വരുന്ന രീതിയിൽ തന്നെ വെക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ നോട്ട് ഇടുമ്പോൾ അതൊന്ന് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ ഓരോ നോട്ടും ഇടുന്നത്. ഇനി ആ നോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ വരും. ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ചെയ്യുക. അങ്ങനെ ഈ ഫ്രെയിം കംപ്ലീറ്റ് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ ഈ നോട്ട് ഇടുന്നതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ഈ നമ്മുടെ പാറ്റേണും മാറുന്നതാണ്. ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഡിസ്റ്റൻസിൽ നോട്ട് ഇടുവാണെങ്കിൽ വേറൊരു ഡിസൈൻ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ നോട്ടിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ ഡിസൈനും. ഞാനിപ്പം ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. ഞാൻ നൂല് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി സെക്കൻഡ് ലെയർ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തല്ലോ, ആ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. ഈ നോട്ട് ഇടുമ്പോൾ ഞാൻ കുറച്ച് നല്ല ടൈറ്റായിട്ട് വലിച്ച് വേണം നോട്ട് ഇടാൻ. എന്നാലേ നമ്മുടെ ഡിസൈൻ വരത്തുള്ളൂ. ഇതുപോലെ ഒന്ന് വലിച്ച് നോട്ട് ഇടുക. ഇതുപോലെ ഈ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ ചെയ്തെടുത്തത് പോലെ തന്നെയാണ് തേർഡ് ലെയറും ചെയ്തെടുക്കേണ്ടത്. ഒരു വ്യത്യാസവുമില്ല. നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നീഡിലിട്ട് എടുക്കുക.
ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ചെയ്തെടുത്തതുപോലെ തന്നെയാണ് ഈ ഫ്രെയിം കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു മുത്ത് മാത്രമായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഈ സ്പേസിൽ കുറച്ച് ഫെദർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഞാൻ ഈ ഫെദർ ഇടാൻ മാത്രം കണക്കിന് കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. അതിൽ 2 ഇഞ്ച് സ്ഥലം വിട്ടിട്ട് ഞാനൊരു നോട്ട് ഇടുന്നുണ്ട്. ഇനി ഞാൻ മറ്റേ എൻഡിലൂടെ ഒരു മുത്ത് കടത്തി വിടുന്നുണ്ട്. ഇനി ഈ ഫെദേഴ്സ് മുത്തിൽ വെക്കാം. അതിനായിട്ട് ഞാൻ ഫെദറിൽ ഒരറ്റത്ത് കുറച്ച് ഗമ്മ് വെക്കുന്നുണ്ട്. ഗമ്മ വെച്ച ശേഷം മുത്തിനകത്ത് ഈ ഫെദർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫെദേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കളയാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മജന്ത കളർ മുത്തും കൂടി വച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഫെദേഴ്സ് സെൻറ്ററിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഞാനിതിപ്പം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കളയുക. ഞാനിപ്പം ഇതിലൊരു കുഞ്ഞു റോസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. ഇനി ഞാനൊരു 15 സെൻറ്റിമീറ്റർ നൂലെടുത്തിട്ടുണ്ട്. വയലറ്റ് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഫ്രെയിമിൻ്റെ കളർ ത്രെഡാണ് എടുക്കേണ്ടത്. ഞാനത് സെൻറ്ററിലായിട്ടൊന്ന് കെട്ടുന്നുണ്ട്. ഇനി ഞാൻ ആ ത്രെഡിനകത്തൂടെ ഒരു മജന്ത കളറ് മുത്തിടുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ അതിൽ ഫെദേഴ്സ് വെച്ച് കൊടുക്കണം. പശ വെച്ച് ഫെദേഴ്സ് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിതിൽ ഫെദേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ നൂലിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മുത്തും കൂടെ വെച്ച് കൊടുക്കുക. ഇതേപോലെ സെയിം ഫെദേഴ്സ് ഒന്ന് വെച്ച് എടുക്കുക. ഇനി ആ നൂലിൻ്റെ എൻഡിലും കൂടി ഒരു മുത്ത് വെച്ച് ഫെദേഴ്സ് ഒട്ടിക്കുക. ഇനി ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ 3 റൈറ്റ് സൈഡിൽ 3 വെച്ചെടുക്കുക. അങ്ങനെ താഴെ ഈ ഫെദേഴ്സിൻ്റേത് ടോട്ടൽ 7 ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ഡ്രീം ക്യാച്ചർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു സംഭവം കൂടി ചെയ്യാനുണ്ട്. ഇതുപോലെ ഒരു നൂലിട്ട് കെട്ടിയിടുക. നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഡ്രീം ക്യാച്ചർ ചെയ്തെടുത്ത അതേ രീതിയിൽ തന്നെ നമുക്ക് സർക്കിൾ ഷേപ്പിലുള്ള ഫ്രെയിമിലും ചെയ്തെടുക്കാവുന്നതാണ്. സർക്കിൾ ഫ്രെയിമിലും നമ്മൾ നോട്ട് ഇടുന്നതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് പാറ്റേൺ മാറുന്നതാണ്.
നിങ്ങൾക്ക് ഡ്രീം ക്യാച്ചർ ചെയ്യണം എന്നുണ്ട്, എന്നാൽ കയ്യിൽ ഫ്രെയിം ഇല്ലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരു വളയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.